അംബ്രല കട്ടിങ്ങിന് വരുന്ന ഒരു കട്ടിങ്ങും ഫ്ലെയർ ഫ്രോക്കിൻ്റെ കട്ടിങ്ങിന് വരുന്ന കട്ടിങ്ങും, അതായത് താഴത്തെ സ്കേർട്ട് പാർട്ടിൻ്റെ ആട്ടോ, മേൽഭാഗത്തല്ല, സ്കേർട്ട് പാർട്ടിൻ്റെ കട്ടിങ്ങും അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. താങ്ക് യു. നമുക്കറിയാമല്ലേ, എല്ലാവർക്കും അറിയാത്തത് നമ്മുടെ ക്ലോത്തിനെ നമുക്ക് എത്രയാണോ നീളം വേണ്ടത്, നമ്മുടെ ആ ക്ലോത്തിനെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഒന്നുകിൽ 2 മടക്ക് അല്ലെങ്കിൽ ഇങ്ങനെ 4 മടക്ക് അല്ലെങ്കിൽ 2 മടക്കായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അതിനെ ഏതെങ്കിലും ഒരു വശത്തേക്ക് ഇങ്ങനെ ക്രോസ് ആക്കി വെക്കും. നിങ്ങൾക്ക് ഈ കട്ടിങ് അറിയില്ലേ? അറിയാം. ഈ കട്ടിങ് നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആക്കി വെക്കും. അറിയില്ലെന്നാ? ഓക്കെ, അറിയില്ല മിസ്സേ. ഓക്കെ. നമ്മുടെ അംബ്രല കട്ടിന് വരുന്ന സിമ്പിൾ കട്ടിങ് ആണ്. അംബ്രല കട്ടിന് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സിമ്പിൾ കട്ടിങ് ആണത്. ക്ലോത്തിനെ താഴത്തെ പാർട്ട്, നമുക്ക് മേലത്തെ ബോഡി പാർട്ടല്ല, താഴത്തെ ആ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലോത്തിനെ ആദ്യം 2 ആക്കി മടക്കും. ഇങ്ങനെ 2 ആക്കിയിട്ട് ആദ്യം മടക്കും. ഈ 2 ആക്കി മടക്കിയതിന് ഈ ഓപ്പൺ ഉള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഓപ്പൺ ഉള്ള ഭാഗത്ത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്കും. ഈ ഒരു രീതിയിലാണ് നമുക്ക് അതിൻ്റെ ക്രോസ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം കിട്ടുക. ഈ ഒരു ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു അളവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള തുണിയിൽ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോത്ത് എപ്പോഴും വീതി കൂടിയ ക്ലോത്ത് ആവണമെന്നില്ല, എപ്പോഴും വീതി കുറഞ്ഞ ക്ലോത്ത് ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ എപ്പോഴും നമ്മൾ വീതി കുറഞ്ഞ ക്ലോത്ത് കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും എന്താ വേണ്ടെന്നറിയോ, ആ വീതിയുള്ള ഭാഗത്തേക്ക് എക്സ്ട്രാ പീസ് വരാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് ഈ ഓപ്പണുള്ള 2 എക്സ്ട്രാ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തേക്ക് നമുക്ക് എക്സ്ട്രാ പീസ് വരാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ ഈ അളവെടുക്കാൻ, ഇങ്ങനെ മടക്കി വെക്കാൻ. നമുക്ക് ഈ ഒരു ക്ലോത്ത് ഈ ഒരു രീതിയിൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ പീസ് വെക്കാം. അതായത് വീതിയുടെ ഭാഗത്തേക്ക് പീസ് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വേണ്ടി വരും. ക്ലോത്തിന് വീതി കുറവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നീളത്തിൻ്റെ കാര്യത്തിൽ അവിടെ എന്ത് പാടില്ല, പീസ് വരാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്ലോത്ത് നീളം പിടിച്ചിട്ട് വേണം മടക്കി വെക്കാൻ. അപ്പോൾ അതിനൊരു അളവുണ്ട്. ആ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നീളം അത് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അതായത് നമ്മുടെ ബോഡിയുടെ ഒരു ഫ്രോക്ക് ഉടുപ്പിൻ്റെ മേലഭാഗം നമുക്ക് വേണ്ട. മേലഭാഗത്ത് നമ്മൾ തയ്ച്ചിട്ട് ഒരു പീസ് വെക്കും, അതിൻ്റെ താഴേക്കാണ് സ്കേർട്ട് പാർട്ട് വെക്കുക. അപ്പോൾ ആ സ്കേർട്ട് പാർട്ട് ഒഴികെയുള്ള നീളം, ബോഡിയുടെ പാർട്ട് ഒഴികെയുള്ള താഴേക്കുള്ള നീളം എത്ര ഇഞ്ചാണ് വേണ്ടതെന്നുള്ളത്. ഉദാഹരണം, നിങ്ങളുടെ കുട്ടി 30 ഇഞ്ച് നീളമുള്ള ഒരു കുട്ടിയാണ്. 30 ഇഞ്ച് നീളമുള്ള കുട്ടിയല്ല, ഫ്രോക്കാണ് വേണ്ടത്. ടോട്ടൽ 30 ഇഞ്ചാണ് വേണ്ടത്. ആ 30-ൽ നിന്ന് 10 ഇഞ്ചോളം ഈ യോക്കിന് വേണ്ടി വരുന്നുണ്ട്. ഷോൾഡർ മുതൽ 10 ഇഞ്ച് യോക്കിന് വരുന്നുണ്ടെന്ന് കരുതാം. അപ്പോൾ താഴത്തെ ലൈൻ ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് താഴത്തേക്ക് എത്ര ഇഞ്ച് വേണം? 20. സിമ്പിളല്ല, കണ്ടെത്താൻ സിമ്പിളല്ല. യോക്ക് പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കേർട്ട് പാർട്ടിന് എത്രയാണോ വേണ്ടത്, അപ്പോൾ അത് കണ്ടെത്താൻ സിമ്പിളാണ് അല്ലേ? അപ്പോൾ നമ്മുടെ 20 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത്, സ്കേർട്ട് പാർട്ടിന് ലെങ്ത്ത് വേണ്ടത് 20 ഇഞ്ചാണ് എന്നുള്ളത് മനസ്സിലാവും. 20 അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് ലെങ്ത്ത് വേണമെന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ക്ലോത്ത് എടുക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതാണ്. ഈ ക്ലോത്ത് എടുക്കേണ്ട രീതി, നമുക്ക് 20 ഇഞ്ച് വേണം ഒരു ഭാഗത്തുനിന്ന്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 20 ഇഞ്ചായി എന്ന് കരുതാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 20 ഇഞ്ചായി. അത് ആ 20 ഇഞ്ചിനെ മടക്കുകയാണ് നമ്മൾ. ശ്രദ്ധിച്ചോട്ടോ, ആ 20 ഇഞ്ചിന് ഇവിടുന്ന് ഇങ്ങോട്ട് 20 ഇഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. കറക്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 20 ഇഞ്ചുള്ളേ. ആ 20 ഇഞ്ചിനെ നമ്മൾ മടക്കിയതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ക്രോസ് ആക്കി. ഏതാണ് 20 ഇഞ്ച്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ളൂ കേട്ടോ. 20 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ. നമ്മൾ തയ്യൽത്തുമ്പോൾ എടുത്താലും എടുത്തില്ലെങ്കിലും 20 ഇഞ്ചുള്ളൂ കേട്ടോ. അതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് മടക്കി. കണ്ടോ, ഇപ്പം എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഇപ്പോൾ 20 ഇഞ്ചായിട്ട് വരുന്നത്. ഇനി നമ്മൾ അരഭാഗം ഇവിടുന്ന് കട്ട് ചെയ്യും. ഈ ഒരു ഭാഗത്ത് നിന്ന് അരഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 20 ഇഞ്ച് വീണ്ടും കുറഞ്ഞില്ലേ? കുറയൂലേ? അപ്പം നമുക്ക് ആ 20 ഇഞ്ച് നീളം മതി എന്ന് കരുതിയിട്ട് നമ്മുടെ ക്ലോത്ത് കറക്റ്റ് 20 ഇഞ്ചാണോ പിടിക്കേണ്ടത്? അല്ല, തയ്യൽ തുമ്പും അല്ല. തയ്യൽ തുമ്പ് ആഡ് ചെയ്താലും നമുക്ക് എന്തുണ്ട്, ഇവിടെ നമ്മുടെ അരഭാഗം മേലേക്ക് അത്രയും കയറി പോവുകയാണ്. അതുകൊണ്ട് അത്രയും ഇവിടെ കുറയാണ്. അപ്പൊ നമ്മുടെ ആ അരഭാഗം കൂടി നമ്മൾ ഇവിടെ നീളത്തിൽ കണക്കാക്കിയിട്ട് വേണം ആദ്യം മടക്കുമ്പോൾ തന്നെ മടക്കെടുക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പീസിൽ എന്ത് വരില്ല, എക്സ്ട്രാ ജോയിന് വരില്ല. മനസ്സിലായോ? അപ്പൊ അരവണ്ണത്തിന്റെ അളവാണോ കൂട്ടേണ്ടത്? ആ അളവാണ് കൂട്ടേണ്ടത്. അത് 2 ഭാഗത്തേക്കും, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടി കിട്ടണം. മനസ്സിലായോ? അതെ. ഇപ്പൊ നോർമൽ ഉള്ളൊരു ഫ്രോക്കിനാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. കാരണം അവിടെ എവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ക്രോസ് ആക്കുന്നില്ല, പീസ് ആക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു മോഡൽ എടുത്തിട്ട് ഈ 2 ഭാഗത്തോട്ട് കട്ട് ചെയ്യണം. മനസ്സിലായോ? ഇവിടെ അങ്ങനെ ഒരു കർവും കൊടുക്കണം, അത്രേ ഉള്ളൂ അതിന്. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ഫ്രില്ല് പോലെ ഇട്ട് കൊടുക്കണം.
അപ്പോൾ നമുക്ക് എത്രയാണോ നീളം വേണ്ടത് ആ നീളം പ്ലസ് തയ്യൽത്തുമ്പ് മടക്കി തയ്ക്കാനുള്ള തയ്യൽത്തുമ്പ് ഇവിടെ ജോയിൻ ചെയ്യാനുള്ള തയ്യൽത്തുമ്പ് മാത്രമേ കൂട്ടുന്നുള്ളൂ. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടുന്നേ ഉള്ളൂ, വേറെ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. മറിച്ച് ഇത് അംബ്രല ടൈപ്പ് ആയതുകൊണ്ട്, ആ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് നമ്മുടെ നീളം എത്രയാണോ നമുക്ക് നീളം വേണ്ടത് യോക്ക് പാർട്ട് കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഉദാഹരണം ഞാൻ 20 തന്നെ പിടിക്കട്ടെ, അപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും അളവ് എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ 30 ഇഞ്ച് ഫ്രോക്ക് നീളം ഉണ്ടെങ്കിൽ അതിൽ 10 ഇഞ്ച് യോക്കിന് വേണ്ടി പോയി, ബാക്കി 20 ഇഞ്ച് ഇവിടുന്ന് ഇവിടെ വരെ കിട്ടി. ഇവിടെ വരെ 20 ഇഞ്ച് കിട്ടി. ഇനി അതേപോലെ ഒരു 20 ഇഞ്ച് ബാക്കിലേക്കും വരും. അങ്ങനെയല്ലേ നമ്മൾ മടക്കി വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ 20 ഇഞ്ച് ഇവിടെ നിന്ന് കിട്ടി. ഇനി നമ്മുടെ യോക്ക് പാർട്ട് ഇതാണ് നമ്മുടെ യോക്ക് പാർട്ട്. ഇങ്ങനെ അല്ല, യോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യോക്കിലെടുത്ത തയ്യൽ തുമ്പും എടുക്കണോ? വേണ്ട. പ്ലസ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പ് എടുക്കണ്ട, യോക്കിനെടുത്ത തയ്യൽ തുമ്പ് എടുക്കണ്ട. ഈ പീസിന് നമുക്ക് എത്രയാണ് തയ്യൽ തുമ്പ് താഴേക്കും മടക്കി തയ്ക്കാനും മേലേക്കും ജോയിൻ ചെയ്യാനും വേണ്ടത്, അതും കൂടിയാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് നീളം 20 ഇഞ്ച് അവിടെങ്കിൽ യോക്കിൻ്റെ അത് 1 ഇഞ്ച്. ഇപ്പോൾ യോക്കിന് 4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തതെങ്കിൽ നടക്കില്ലല്ലോ. ഇത് വേണ്ട തയ്യൽ തുമ്പ് മടക്കി തയ്ക്കാനും മേലേക്ക് കയറ്റി വെക്കാനുള്ള തയ്യൽ തുമ്പ് ഇത്രയും എടുത്തു. ഇതിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 2 സൈഡിലേക്കും കൂടിയിട്ടുള്ളത് രണ്ടാക്കി. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കി. ഇപ്പോൾ ഇതിൻ്റെ നീളവശമാണിത്, ഈ ക്ലോത്തിൻ്റെ വീതി വശമാണത്. ഈ ക്ലോത്തിൽ ചിലർക്ക് നല്ല വീതിയുള്ള ക്ലോത്ത് കിട്ടും, ചിലർക്ക് എന്താണ് ഈ നീളത്തേക്കാൾ വീതി കുറവുള്ള ക്ലോത്തായിരിക്കും കിട്ടുക. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ നീളത്തിൻ്റെ ഭാഗത്ത് നമുക്ക് എന്ത് വരില്ല, പീസ്, ഈ ഭാഗത്ത് പിന്നെ പീസ് ഇടേണ്ടി വരില്ല. പക്ഷേ ഈ ഭാഗത്ത് പീസ് ഇടേണ്ടി വരും. കാരണം ഇതിനേക്കാൾ ഇത്രയേ ഉള്ളൂ നീളം, വീതി കിട്ടാന്ന് വെച്ചാൽ വീതിക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പീസ് ഇട്ട് കൊടുത്തല്ലേ പറ്റുള്ളൂ. മറിച്ച് 60 ഇഞ്ചോളം അല്ലെങ്കിൽ 45 ഇഞ്ചോളം 50 ഇഞ്ചോളം വീതിയുള്ള ക്ലോത്തുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ്, 2 ഭാഗത്തും പീസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തെന്ന്, നമ്മൾ ഈ മടക്കിന് വേണ്ടിയിട്ട് എടുക്കുന്ന ക്ലോത്തിൻ്റെ നീളം സ്കേർട്ട് പാർട്ടിന് അംബ്രലാന്ന് എഴുതി വെക്കാം. അംബ്രലാന്ന് എഴുതി വെക്കണമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം, ഫ്ലയറിന്ന് എഴുതി വെക്കണമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം. ഇതിന് രണ്ടെണ്ണത്തിന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ 2 വ്യത്യാസം ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. അതായത് അംബ്രല കട്ടെന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് നീളം, അതായത് ഇപ്പോൾ നമ്മൾ വീതി നീളമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് മടക്കി വെച്ച്, ക്രോസ് ആക്കിയിട്ട് ക്ലോത്ത് മടക്കി വെച്ച്, ഇനി നമ്മളിവിടെ അളവെടുക്കേണ്ട അരവണ്ണം അളവെടുക്കേണ്ട രീതിയാണ്. അരവണ്ണം അളവെടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ എത്ര 5 ഇഞ്ചാണ് നമുക്ക് അരവണ്ണം കിട്ടിയതെന്നുണ്ടെങ്കിൽ അതേ 5 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്യേണ്ട രീതി ഒന്ന് പഠിച്ചെടുക്കാം. നമ്മുടെ ക്ലോത്തിൽ നമ്മൾ എവിടെ സ്കേർട്ട് പാർട്ടിന് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്മൾ തയ്യൽ തുമ്പും എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് വേണ്ട, മറിച്ച് യോക്ക് പാർട്ടിനെടുത്ത വീതി മാത്രം മതിയാവും. ആ വീതി എടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഒന്നുകിൽ ടേപ്പിന് ഈ ഭാഗം വെച്ചെടുക്കാം, അല്ലെങ്കിൽ ടേപ്പിന് ഈ ഭാഗം വെച്ചെടുക്കാം. ഏത് ഭാഗം വെച്ചെടുക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ടേപ്പ് പിടിക്കുമ്പോൾ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലോത്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ടേപ്പ് പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കും. നമുക്ക് എത്ര ഇഞ്ചാണ് വേണ്ടതെന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ട് പിടിക്കും അല്ലേ, അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ ഇങ്ങനെ കണ്ട് പിടിക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ടേപ്പിൻ്റെ അറ്റഭാഗം ഇവിടെ മുട്ടുന്നുണ്ട്, ഇവിടെ നമ്മുടെ ഈ ക്ലോത്തിൽ മുട്ടുന്നുണ്ട്. താഴത്തെ ഭാഗമോ, ടേപ്പിൻ്റെ താഴത്തെ ഭാഗം മുട്ടണില്ല. നമ്മുടെ കാഴ്ചയിൽ എന്താണ്, ടേപ്പ് കറക്റ്റാണ്, ഇതിൻ്റെ മേൽഭാഗം കറക്റ്റാണ്, അതെ പിരിമുള പോലെ കറക്റ്റാണ്. പക്ഷേ ക്ലോത്തിൻ്റെ ടേപ്പിന് പിടിക്കുന്നതിനൊരു കണക്കുണ്ട്. അതായത് നമ്മൾ ഈ 2 ഇഞ്ച് എവിടെയാണ് കിട്ടിയത്, നമുക്ക് ആ ഭാഗം മതി. 2 ഇഞ്ച് എനിക്ക് ഇവിടെയാണ് കിട്ടിയിട്ടുള്ളത്. റോട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ, ഇവിടെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ ടേപ്പിനെ, ആ ടേപ്പിന് ഏറ്റവും മേലത്തെ ഈ പിരിമിഡ് തന്നെ പറയാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഈ പിരിമിഡിൻ്റെ ഏറ്റവും മേൽഭാഗത്ത് വെച്ച്, എന്നിട്ട് ഞാൻ ആ ഡോട്ട് ഇട്ടാൽ നമുക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ 2 ഇഞ്ച് കിട്ടിയ ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് എത്ര ഇഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. എത്ര ഇഞ്ച് വരുന്നുണ്ട്, 2.5 ഇഞ്ച് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീളം 2.5 ഇഞ്ച് വരുന്നുണ്ട്. അതേ 2.5 ഇഞ്ച് തന്നെ നമുക്ക് എവിടെയും കിട്ടണം, ഇവിടെയും കിട്ടണം, ഈ സൈഡിലും കിട്ടണം 2.5 ഇഞ്ച്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 2.5 ഇഞ്ച് തന്നെ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും 2.5 ഇഞ്ച് തന്നെ കിട്ടി. നമ്മുടെ ഇവിടുത്തെ വീതി നമ്മൾ ടേപ്പിനെ കറക്റ്റാക്കി പിടിച്ചപ്പോൾ 2ഉം. അതേപോലെ സെൻറ്ററിലും 2.5 ഇഞ്ച് തന്നെ. ഇനി ഇതിപ്പോൾ ചെറിയ ഗോളായതുകൊണ്ട് ഈ 3 ഷേപ്പ് കൊണ്ട് തീർന്നു. ഇനിയിപ്പോൾ ഇത് തന്നെ വലുതാണെന്നുണ്ടെങ്കിലും ഓരോ ഭാഗത്തും നമുക്ക് കിട്ടിയ അളവ്, ഏത് ഭാഗത്താണ് നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടിയത് ആ ഭാഗത്ത് അളവ് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് കൊണ്ടുവരണം. ഈ മേൽഭാഗത്തുനിന്ന്
ഓക്കെ. ഇനിയിപ്പോൾ സെൻറ്ററിൽ നമുക്ക് എന്ത് ചെയ്യണം? 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. സെൻറ്ററിലും കൂടി 2.5 ഇഞ്ച് വന്നു കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും സെൻറ്റർ കിട്ടുക? കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയപ്പോൾ 2.5 കിട്ടി, ഈ സെൻറ്ററിൽ നിന്നും 2.5 കിട്ടി, ഈ സൈഡിലും 2.5 കിട്ടി. ഓക്കെ. ഇനി അത് കട്ട് ചെയ്യാം. താഴ്ഭാഗത്തെ അതും കൂടി പറഞ്ഞിട്ട് കട്ട് ചെയ്യാം. അപ്പം എനിക്ക് നീളം വേണ്ടത് 5 ഇഞ്ചാണെന്ന് കരുതാം. ഇപ്പോൾ ഇവിടെ വീതി, നമ്മുടെ അരവണ്ണത്തിൻ്റെ വീതി അടുപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് അരവണ്ണം 2 ഇഞ്ചാണ് വേണ്ടത്. തയ്യൽ തുമ്പ് കൂട്ടാതെ 2 ഇഞ്ചാണ് വേണ്ടത്. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മളെ യോക്ക് പീസിന്റെ 4-ൽ-1 ഭാഗമല്ലേ ഇവിടെ അളവെടുക്കേണ്ടത്? അതെ. അപ്പൊ 20 ആണെങ്കിൽ അപ്പൊ 5 അല്ലേ വരിക അവിടെ? 20 ഞാൻ നീളം പറഞ്ഞതാടാ. ഞാനിത് നിങ്ങൾക്ക് അളവെടുത്ത് കാണിച്ചു തന്നിട്ടില്ല. 5 എന്നുള്ള രീതിയിൽ എടുത്തിട്ടില്ല. ജസ്റ്റ് 2 ആണെങ്കിൽ എന്നാ പറഞ്ഞത്. ആ 4-ൽ-1 ഞാൻ 2 ഇഞ്ചായിട്ടാണ് മാർക്ക് ചെയ്തതെങ്കിൽ. ഓക്കെ. അതേപോലെ 30 നിന്ന് യോക്കിന്റെ പാർട്ട് കുറച്ചാൽ ബാക്കി നീളം കിട്ടുന്നത് 20 ഇഞ്ചാണ്. അങ്ങനെ 20 ആണെങ്കിൽ ഇതാണ് എടുത്തത് എങ്കിൽ. ഓക്കെ. അപ്പം നമ്മൾ ആ 2 ഇഞ്ച് കണക്കാക്കേണ്ട രീതി ഇങ്ങനെയാണ് പിടിക്കേണ്ട രീതി. ഇപ്പം 2 ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം 5 ആണെങ്കിലും നമ്മൾ ഈ ടേപ്പ് പിടിക്കേണ്ട രീതി അതാണ് ഞാൻ പറഞ്ഞത്. 5 ആണെങ്കിൽ 5-ൽ മാർക്ക് ചെയ്യുക, 2 3.5 ആണെന്നുണ്ടെങ്കിൽ 3.5-ൽ മാർക്ക് ചെയ്യുക, 6 ആണെങ്കിൽ 6-ൽ മാർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആ രീതി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു 20 ഇഞ്ച് നീളം എന്ന് പറഞ്ഞല്ലോ. ആ നീളം നമ്മളിപ്പോൾ ഈ മാർക്ക് അരവണ്ണം മാർക്ക് ചെയ്ത ഇവിടെ നിന്ന് താഴേക്കാണ് ആ 20 ഇഞ്ച് വേണ്ടത്. അപ്പോൾ എനിക്ക് 20 ഇഞ്ച് ഈ ടേപ്പിൽ എനിക്ക് കിട്ടാൻ പറ്റില്ല, അറിയാലോ. ചെറിയൊരു പീസിൽ ഞാൻ ഉദാഹരണമായിട്ട് കാണിച്ചു തരാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 5 ഇഞ്ചായിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5 ഇഞ്ചാണ് എനിക്ക് നീളം വേണ്ടത്. ആ 5 ഇഞ്ചിനെ ഞാൻ എന്ത് ചെയ്തു? പ്ലസ് തയ്യൽ തുമ്പ് 1 ഇഞ്ച് എടുത്തിട്ട്. ഈ 1 ഇഞ്ച് എന്തിനാണ്? നമുക്ക് താഴെ മടക്കി തയ്ക്കാനും ഈ സ്കേർട്ട് പാട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണ്ടേ, അതിനും കൂടിയിട്ട് 1 ഇഞ്ച് നമ്മൾ എടുത്തിട്ട് താഴെ മാർക്ക് കൊടുക്കണം. ഈ ഒരു ഭാഗത്ത് 6 ഇഞ്ചിലായിട്ട് ഞാൻ മാർക്ക് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ വേഗം പോകുന്നത് ഈ ഭാഗത്തേക്ക് ആയിരിക്കും. നമുക്ക് ഈ അളവ് കിട്ടിയത് ഈ ഒരു അളവ് കിട്ടിയ ഭാഗത്തേക്ക് വേഗം ഇങ്ങനെ പോകും നമ്മൾ, അല്ലേ? അങ്ങനെ എടുക്കുന്ന വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മൾ ഈ റൗണ്ട് എടുത്തതിനൊരു മെത്തേഡിലല്ലേ നമ്മൾ ഈ റൗണ്ട് എടുത്തത്? ഏറ്റവും മേലെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് എടുത്തതല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ റൗണ്ട് കൊടുക്കുക. അതായത് ഈ ലെങ്ത്തും എത്രയാണ് കിട്ടിയെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് റൗണ്ട് വരക്കുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ അരവണ്ണത്തിൽ നിന്നും ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് നോക്കി അത് തയ്യൽത്തുമ്പോട് കൂടിയിട്ട് മാർക്ക് ചെയ്തു. ഈ നോട്ട്സ് ആട്ട ഈ മാർക്ക് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഇടുന്നതിനെ നോട്ട്സ് എന്നാണ് പറയുക. നമ്മൾ ചുരിദാറിൻ്റെ ഷേപ്പിൻ്റെ ഭാഗത്തിന് ഫ്രോക്കിനാണെങ്കിലും ഷേപ്പൊക്കെ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് മറ്റേ ഭാഗത്തേക്കും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട്സ് ഉപയോഗിക്കൽ. കൂടുതൽ ആളുകൾ നോട്ട്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം മാർക്ക് ചെയ്തത് മയഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നോട്ട്സ് അവിടെ തന്നെ കൊടുക്കും. നോട്ട്സും തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്ക് തയ്ക്കാൻ പറ്റും. അത് അടയാളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ. ഓക്കെ. അപ്പോൾ ഇവിടെ 4 ഇഞ്ച് കിട്ടി. നമ്മുടെ ഈ ടേപ്പ് ഈ പറഞ്ഞതുപോലെ ഏറ്റവും മേലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഏറ്റവും മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 6 ഇഞ്ച്, അതായത് ഈ അടയാളപ്പെടുത്തിയ ഭാഗം എത്ര ഇഞ്ച് കിട്ടും എന്നുള്ളത് നോക്കാം. 8.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തത് ഏറ്റവും മേലേക്ക് വന്നപ്പോൾ 8.5 ഇഞ്ച് കിട്ടി. ആ 8.5 ഇഞ്ച് തന്നെ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്കും വരണം, സെൻട്രിലേക്കും വരണം, എല്ലാ ഭാഗത്തേക്കും. അതായത് ഇവിടുന്ന് എത്രത്തോളം നമ്മളിപ്പോൾ ഒരു ഫ്രോക്ക് തയ്ക്കുമ്പോൾ ഇവിടുന്ന് ഈ ഒരു പീസിലല്ലല്ലോ കിട്ടാം. നമ്മളെടുത്ത് മടക്കി വെച്ചാൽ ക്ലോത്ത് കുറേ ഉണ്ടാവില്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ട് ടേപ്പിനെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്യാൻ നോക്കുക, അങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. മറിച്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ 6 ഇഞ്ച് ഇവിടുന്ന് അങ്ങനെ 6 ഇഞ്ച് എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരു വൃത്തി തന്നെ ചെയ്യാൻ നോക്കാം, ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ. ഈ ഭാഗം നോക്ക്. താഴത്തത് നിങ്ങൾക്ക് പിന്നെ പഠിക്കാം. ഈ ഒരു ഭാഗത്ത് നോക്കണേ. പേപ്പർ മുറിച്ച് കത്രിക ആകെ എന്തോ പോലെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മുറിച്ചു, ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ നമ്മൾ 2 ഇഞ്ചാണ് നമുക്ക് മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് ഇവിടെ ചെറിയൊരു റൗണ്ട് ഷേപ്പായി, ഒരു കുഴിഞ്ഞ ഷേപ്പായിട്ടുണ്ട്. അത് നമ്മളിവിടെ ഇങ്ങനെ നിവർത്തി ടോട്ടൽ ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് വീതി വരും, അതായത് നീളം വലിയും വേഗം. ഇനി നമുക്ക് ഇതൊന്ന് അളന്ന് നോക്കാം. ഇത് കണ്ടോ?
നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. എവിടെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 2 ഇഞ്ചിൽ പിടിച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ 2 ഇഞ്ചാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ ആ 2 ഇഞ്ച് പ്രകാരം അല്ലല്ലോ നമ്മൾ മാർക്ക് കൊടുത്തതും കട്ട് ചെയ്തതും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ബേക്കിൽ നമ്മുടെ ചുറ്റളവ് 8 ഇഞ്ചായിരിക്കണം. ഏത് ചുറ്റളവ് 8 ഇഞ്ചാകുമ്പോഴല്ലേ 8ന്റെ 4 ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്യാം. അങ്ങനെ ആയാലും എനിക്ക് 2 കിട്ടിയിട്ടുണ്ടായിരിക്കാം. ആ 2 തന്നെയാണല്ലോ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ബേക്കിലേക്ക്, അതായത് ഈ ഒരു ഭാഗത്തേക്ക് 4, ഈ ഒരു ഭാഗത്തേക്ക് 4ആണ് കിട്ടേണ്ടത്. നമ്മളിതിൽ തയ്യൽ തുമ്പ്, ഈ യോക്ക് പാർട്ടിൻ്റെ തയ്യൽ തുമ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് റൗണ്ട് ആയിരുന്നു നമ്മൾ ആഡ് ചെയ്തത്. പക്ഷേ നമ്മളിത് കട്ട് ചെയ്ത് വന്നാൽ നമുക്ക് എന്തും കൂടി കിട്ടണം, ഇതിനാവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പും കൂടി നമുക്ക് കിട്ടണം. ഇത് കണ്ടോ, ഒരു വശത്തേക്ക് 2 ആവുമ്പോൾ അപ്പുറത്തെ വശം കൂടി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 4 ഇഞ്ചായിരിക്കും കിട്ടുക. 4 ഇഞ്ചും ഈ ഭാഗത്തേക്ക് തയ്യൽ തുമ്പ് കൂടി കിട്ടിയിരിക്കണോ? യെസ്, അത്രയും കോള്. അങ്ങനെ തന്നെ. യെസ്, അങ്ങനെ തന്നെ. എൻ്റെ പേരെന്താ? ഓക്കെ, അങ്ങനെ തന്നെ. ഇതാണ് അംബ്രല്ല കട്ടിങ്ങിൻ്റെ അളവ്. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അളവ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞേ. സ്കേർട്ടിന് ആവശ്യമായിട്ടുള്ള നീളം പ്ലസ് കണക്കാക്കുക. പിന്നെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്തുനിന്ന് പിടിച്ചാലും ടേപ്പ് ഏത് ഭാഗത്ത് പിടിച്ചാലും ടേപ്പ് പിടിക്കണ പിടുത്തത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാത്ത രീതിയിൽ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടും. എങ്ങനെ മാം ഇങ്ങനെ പിടിച്ചു വെട്ടി, മാം പിടിച്ചില്ല ടേപ്പ് 2 മൂലയും കോത്തമ്മ കറക്റ്റ് ആയി നിൽക്കണം പറഞ്ഞില്ലേ? നമ്മൾ എടുക്കുമ്പോ മേലെന്ന് ആ മൂലയിൽ ഇങ്ങനെ എടുക്കൂല, 2 ഇഞ്ച് താഴോട്ട് എല്ലാം അടയാളം പിടിക്കാണ്ടേ. അതുകൊണ്ടാവും അങ്ങനെ വരുന്നുണ്ടാവില്ല ഈ താഴെ ഭാഗം മേറ്റുകുത്തനെ വരുന്നത്. അടിച്ചൊക്കെ വരുമ്പോഴേ വരുമ്പോ ചില ഭാഗത്ത് കയറിയിട്ട് നിൽക്കൂലേ? അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ അളവ് എടുക്കാതെ, അതായത് നീളം കറക്റ്റ് ആക്കാതിരിക്കുമ്പോ ജോയിൻ ചെയ്ത് കൊടുക്കണതല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങനല്ല, ഇതിപ്പോ ഇങ്ങനെ കോണാക്കി ഇങ്ങനെ വരൂലേ കോണ്. മാം പറഞ്ഞ ഇവിടുന്ന് ടാപ്പ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചെടുക്കാനല്ല, നീളക്കത്ത് ഇങ്ങനെ വെച്ചെടുക്കാനല്ലേ പറഞ്ഞേ. അത് നമ്മള് ഇങ്ങനെ വെച്ചെടുക്കൂലേ? ഇങ്ങനെ ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ 2 ഇഞ്ച് എടുക്കുകയാണോ? ഇങ്ങനെ 2 ഇഞ്ച് എടുക്കൂലേ? ഇവിടെ ഇങ്ങനെ 2 ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോ അപ്പൊ അതുകൊണ്ടാവും ഈ താഴെ ഭാഗം വരുമ്പം ഒരു ഭാഗം കേറിയിട്ട് വരുന്നത്. ചില ഭാഗത്തേക്ക് വലതു ഭാഗം കാല് ഭാഗം മേലെ കയറി വരും. അത് ചിലപ്പോ ഇങ്ങനെ എടുക്കുന്നോണ്ടാവും ഞാൻ പറയാ. അങ്ങനെ ഞാൻ എടുക്കാറില്ല, പറ്റാറില്ല. നമുക്ക് വേണ്ടത് വീതി 2 ഇഞ്ച് വേണം എന്നുള്ളതാണ്. അത് നമ്മുടെ ഇഷ്ടപ്രകാരം വീതി ഇങ്ങനെ രീതിയിൽ ടേപ്പിന് ഒരു കറക്റ്റ് ലെവൽ അല്ലാത്ത രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. ടേപ്പ് പിടിക്കേണ്ട രീതിയിൽ തന്നെ ടേപ്പ് പിടിച്ചിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ വലിപ്പം കിട്ടിയ ഭാഗത്ത് റൗണ്ട് ആക്കാം. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്തോ. ഈ ചെയ്ത മാർക്ക് ഇപ്പം തന്നെ എഴുതി വെക്കുക. നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു മാർക്കാണത്. ആ സമയത്ത് നിങ്ങൾക്ക് ഇത് വലുതായി പോകും ചെറുതായി പോകും എന്നൊക്കെയുള്ളൊരു രീതിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ എഴുതി വെക്കാം. ഇനി മറ്റൊരു അളവും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ കേറിയിട്ടുള്ളൂ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. മുന്നത്തെ റെക്കോർഡൊക്കെ വിടണേ. ഒക്കെ വിടും. ഇനി ഒന്ന് ഇല്ല, വിട്ടിട്ടില്ല, ഒന്നും വിട്ടിട്ടില്ല. ഇനിയും കുറേ ആൾക്കാർ ജോയിൻ ആവാനുണ്ട് അതിൽ. ഇനി ഒരു കാര്യം കൂടി, അതായത് ഫ്ലെയർ ഫ്രോക്കിൻ്റെ കൂടി ഉണ്ട് പറഞ്ഞുതരാം. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. നമുക്ക് നോർമൽ ഫ്ലെയർ ആണ് വേണ്ടത് എങ്കിൽ, അതായത് ഇപ്പോൾ പറഞ്ഞതല്ലോ ഇതുണ്ടല്ലോ നോർമൽ ഫ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മേലേക്ക് ഇതേപോലൊരു റിങ്ങും കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഫുള്ള് റൗണ്ടായിട്ടിരിക്കും അല്ലേ? അതാണ് നോർമൽ ഫ്ലെയർ ആയിട്ട് വരുന്നത്. അതുപോലത്തെ 2 ലെയറായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? മേലേക്ക് ചുരുക്കില്ല, അതായത് ഈ ഭാഗത്തേക്ക് നമ്മൾ ഫ്രില്ലിടുന്നില്ല, ചുരുക്കിടുന്നില്ല, ഒന്നും ഇടുന്നില്ല. പക്ഷേങ്കിലും ഇതിപ്പോൾ അതായത് അംബ്രല്ല കട്ടിൻ്റെ ഒരു പകുതി ഭാഗമുള്ളൂ. ഇതിനെ 2 ആക്കി വെച്ചിട്ടാണ് നമ്മൾ അംബ്രല്ല കട്ട് എന്നുള്ള രീതിയിൽ തയ്ക്കുന്നത്. ഫ്ലെയർ ഫ്രോക്ക് എന്നുള്ള രീതിയിൽ തയ്ക്കുന്നത്. ഇതൊരെണ്ണം ഉണ്ടാവും, ഇതിൻ്റെ മേലേക്ക് ഒരെണ്ണം കൂടി വരും, ജോയിൻ ഇല്ലാണ്ട്. ഇവിടെ ജോയിൻ ഇല്ലാത്ത രീതിയിൽ റൗണ്ട് വരും. ആ റൗണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഫ്ലെയർ ഫ്രോക്ക് എന്ന് പറയുന്നത്. നോർമൽ ഫ്ലെയർ ആണത്. പക്ഷേ ആ നോർമൽ ഫ്ലെയറിൻ്റെ 2 ഇരട്ടി ക്ലോത്ത് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ടൈം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പറയാം. ആദ്യം അതിന്റെ രീതി കാണാം, മടക്കി വെക്കുന്നതിന്റെ രീതി കാണാം. ഓക്കെ, അളവ് പിന്നെ ചെയ്യാം. ആദ്യം നമ്മൾ ഈ ഫസ്റ്റിലെടുത്ത ക്ലോത്തിനെ നമ്മൾ എന്താണ് ചെയ്തത്? 2 ആക്കിയിട്ട് മടക്കി, ഇങ്ങനെ 2 ആക്കി മടക്കിയിട്ട് അതിനെ ഈ ഒരു ഭാഗത്തേക്ക് ക്രോസ് ചെയ്താണ് ചെയ്തത്.
ഓക്കെ, ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് 4 ആക്കി മടക്കണം. ഓക്കെ, 4 ആക്കി മടക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം ക്രോസ് ആക്കാം. 8-ലൊരു ഭാഗം, എന്നിട്ട് ഇനി 8-ലൊരു ഭാഗം ആയിരിക്കും. എവിടെയാണോ വരുന്നത് അതിനെ ക്രോസ് ആക്കാം. നമ്മൾ ആദ്യം വെച്ചത് 2 ആക്കി മടക്കിയതിന് ശേഷം അതിനെ ക്രോസ് ചെയ്ത് മടക്കി. ഇവിടെ നമ്മൾ 4 ആക്കി മടക്കിയതിന് ശേഷം നമ്മളിവിടെ എന്ത് ചെയ്താണ് ക്രോസ് ആക്കി. എല്ലാവരും മൂട്ടാക്കണം. ഓക്കെ.